നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ഒരു പാർട്ടിയുടെയും അംഗീകാരമില്ലാതെ, ഒരു മുന്നണിയുടെയും അനുമതിയില്ലാതെ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്കിരുന്നു. തനിക്ക് പറയാനുള്ളത് വിളിച്ചു പറഞ്ഞ് ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ മടങ്ങി. അതീവ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ സ്വന്തം പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇങ്ങനെ സ്വന്തം പാർട്ടിയും മുന്നണിയും തള്ളിക്കളഞ്ഞ ഒരാൾ വന്നിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയുന്ന നിയമസഭാ മന്ദിരത്തിലാണ്. ഭ്രഷ്ട് ഒരു നല്ല കാര്യമല്ല. പക്ഷേ സ്വന്തം പാർട്ടിയും മുന്നണിയും പുറത്താക്കിയ ഒരാൾ ആരുടെ പ്രതിനിധിയായാണ് സഭയിൽ വന്നിരിക്കുന്നത്? ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നത്? അത്രയേറെ മനസ്സിന് കാഠിന്യം ഉണ്ടെങ്കിലല്ലാതെ ഇങ്ങനെ നിയമസഭയിലേക്ക് കയറാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ പ്രവേശനം വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്താണ്? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്ന കേരള നിയമസഭ. നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. പെരുമാറ്റ ദൂഷ്യത്തിന് പാർട്ടിയും മുന്നണിയും പുറത്താക്കിയ ഒരാൾ നിയമസഭയിൽ പ്രത്യേകമായി ഇതിനു മുമ്പ് വന്നിരുന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അയിത്തവും മാറ്റി നിർത്തലുകളും വർജിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ചെയ്യുന്നത് അയിത്തമല്ല, കുറ്റവാളിയിൽ നിന്ന് മാറിയിരിക്കുക എന്ന നയം ജയിപ്പിച്ചു വിട്ട പാർട്ടിയും മുന്നണിയും നടപ്പാക്കിയതാണ്. പക്ഷേ ഈ വിഷയത്തിൽ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവയ്പ്പിക്കാതിരിക്കാൻ കോൺഗ്രസിലെ ഒരു കൂട്ടം നടത്തിയ നീക്കത്തിന്റെ വിജയമാണ് ഇപ്പോൾ കണ്ടത്. ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് ശിക്ഷ കൊടുത്തു എന്ന് വരുത്തി തീർക്കുക. അതോടൊപ്പം തന്നെ MLA ആയി തുടരുന്നു എന്നും ഉറപ്പാക്കുക. ആരോപണം നേരിട്ട വേറെയും MLA-മാരുണ്ടല്ലോ എന്ന ചോദ്യമൊന്നും ഇവിടെ നിലനിൽക്കില്ല. അവരും രാജിവെക്കേണ്ടത് തന്നെയായിരുന്നു. എന്നാലും അവർക്കെതിരെയൊന്നും ഇങ്ങനെ ഒരുപാട് പേരെ വഞ്ചിച്ച ആരോപണം ഉണ്ടായിരുന്നില്ല. ഒരാളുടെ പരാതിയിലുണ്ടായ കേസുകളാണ് ആ അംഗങ്ങൾ നേരിട്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരുടെയും പരാതിയില്ല. പക്ഷേ ഒരുപാട് പേരുടെ വെളിപ്പെടുത്തലുകളുണ്ട്. ഒരു സീരിയൽ കുറ്റവാളിയുടെ കുബുദ്ധിയോടെ നിരവധി പേരെ വഞ്ചിച്ചു എന്നാണ് ആ പരാതി. അതിലേറെ ആളുകളെ ലൈംഗിക ആവശ്യങ്ങൾക്കായി സമീപിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതിന് തെളിവ് ആ ശബ്ദരേഖകളാണ്. അതൊന്നും തന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ആരൊക്കെയെന്ന് നോക്കുക. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ, വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ കൂട്ടുപ്രതി ഫെനി നൈനാൻ. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ ഒഴിഞ്ഞെങ്കിലും പകരം ആരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല. രാഹുൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെയാണ്. അതാണ് ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യം തെളിയിക്കുന്നത്. എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. യൂത്ത് കോൺഗ്രസിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഒരു മറ മാത്രമാണ്. നടപടിയെടുത്തു എന്ന് വരുത്തി തീർത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായി പറയേണ്ടി വരുന്നത് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. രാഷ്ട്രീയത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ഒരാൾ സ്ത്രീകൾക്കെതിരെ കാണിച്ച അനീതിയാണ് വിഷയം. ഇഷ്ടം തോന്നിയ ഒരു സ്ത്രീയോട് ചെയ്ത അനീതി പോലുമല്ല ഇവിടെ നടന്നത്. ഒരേ സമയം ഒന്നിലേറെ സ്ത്രീകളെ പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നു. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നു. ആ ശബ്ദം സ്വന്തമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരാളെ വഹിക്കേണ്ട ബാധ്യത കേരള നിയമസഭയ്ക്കുണ്ടോ? കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് നൽകിയ സ്ഥാനത്തിരിക്കുമ്പോഴാണ് സ്ത്രീകളെ വിളിച്ച് ലൈംഗിക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. സ്ത്രീകളെ വിളിച്ചു വരുത്തി വഞ്ചിച്ചതും ആ പദവിയിലിരുന്നാണ്. പദവിയിൽ ഉയരും തോറും കൂടുതൽ ആളുകളെ പറഞ്ഞു പറ്റിക്കാനുള്ള അവസരമാക്കി അത് മാറ്റുകയായിരുന്നു. ഇങ്ങനെ ഒരാളെ തുടരാൻ അനുവദിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവസരം നൽകിയ പാർട്ടിയാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന ഒറ്റ വരി സന്ദേശത്തിൽ കഴുകിക്കളയാവുന്നതല്ല ആ ഉത്തരവാദിത്വം. കോൺഗ്രസിന്റെ MLA ഒറ്റയ്ക്ക് സഭയിൽ വന്നിരുന്നപ്പോൾ സംസാരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ആരും അടുത്തു ചെന്നില്ല. എന്നാൽ മുസ്ലിം ലീഗിലെ ഒന്നല്ല 4 പേർ രാഹുലിന്റെ അടുത്തെത്തി സംസാരിച്ചു. നജീബ് കാന്തപുരവും AKM അഷ്റഫും UA ലത്തീഫും TV ഇബ്രാഹിമുമാണ് അടുത്തു ചെന്നത്. ഇതാണ് ജനാധിപത്യത്തിന്റെ പരിമിതിയും സാധ്യതയും. ചട്ടങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്ന രീതിയിലല്ലാതെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്നതാണ് ആ പരിമിതി.
ആ പരിമിതി ഉപയോഗിച്ച് ഒരാൾക്ക് ഏതറ്റം വരെയും പോകാം എന്നതാണ് സാധ്യത. ഏത് ക്രിമിനലിനും തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. MLA-യോ MP-യോ ആയാൽ ക്രിമിനലിന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കാം. അവിടെ തല കുനിക്കേണ്ടി വരുന്നത് ജനങ്ങളാണ്. ഒറ്റയ്ക്ക് വന്ന് PV അൻവർ ഇരുന്ന കസേരയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് PC ജോർജും O രാജഗോപാലും ഒരു ബ്ലോക്കായി ഇരുന്നിട്ടുണ്ട്. UDF വിട്ട KM മാണിയും MLA-മാരും പ്രത്യേക ബ്ലോക്കായി ഇരുന്നു. അതെല്ലാം രാഷ്ട്രീയ കാരണങ്ങളാലായിരുന്നു. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഒരു MLA-ക്ക് പ്രത്യേകം ഇരിക്കേണ്ടി വരുന്നത് ആദ്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരേണ്ട എന്ന കർക്കശ നിലപാട് സ്വീകരിച്ചത് VD സതീശനാണ്. സ്വന്തം പ്രതിച്ഛായ കൂടി ലക്ഷ്യമിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് അത്ര കർക്കശമായ നിലപാട് സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാനും പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാനും മുന്നിൽ നിന്നത് VD സതീശനാണ്. രാഹുലിനോട് എന്ത് വിട്ടുവീഴ്ച ചെയ്താലും അത് പ്രതിപക്ഷ നേതാവിന്റെ ദൗർബല്യമായി വ്യാഖ്യാനിക്കപ്പെടും. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും കർക്കശമായ നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയാൽ ശ്രദ്ധ മാറുമെന്നും പ്രതിപക്ഷത്തിന്റെ പോർമുന തേയുമെന്നും VD സതീശനാണ് നിലപാടെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയതോടെ നിസ്സഹായനായത് VD സതീശനാണ്. പ്രതിപക്ഷ നേതാവിന് നേരിട്ട് കിട്ടിയ പരാതികളുണ്ട്. വഞ്ചിക്കപ്പെട്ട സ്ത്രീകൾ നൽകിയ ആ പരാതികളാണ് VD സതീശനെ കർശന നിലപാടിന് പ്രേരിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നു എന്നതിനേക്കാൾ ഗുരുതരമാണ് MLA ആയി തുടരുന്നത്. പാലക്കാട്ടെ ജനതയാണ് ഇപ്പോൾ അപമാനിക്കപ്പെടുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.